ഒരു ആഡിൻ്റെ ഷൂട്ടായിരുന്നു ആറ്റിങ്ങിൽ വെച്ചിട്ട്. ഒരു ഫർണിച്ചർ ഷോ, മോനെ, ഡയാന, ശിവാനി, ഞങ്ങളെല്ലാം കൂടെ ഉള്ള 3 പേരോടുള്ള ആഡായിരുന്നു. തലേദിവസം ഇനാഗുറേഷനും കഴിഞ്ഞ് ആഡും കഴിഞ്ഞു വന്നു. പിന്നെ എക്സാം എഴുതുന്നു. അന്ന് വൈകിട്ട് വരുന്നു, രാത്രി എക്സാം എഴുതുന്നു. അല്ല, രാത്രി വന്നു. രാത്രി 12:30 1 മണിയൊക്കെ ആയപ്പോൾ എത്തി. രാവിലെ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ അത് തന്നെ പോയി എക്സാം എഴുതുന്നു. ഉച്ചയ്ക്ക് എക്സാം ഹാളിൽ നിന്ന് യൂണിഫോമോടെ ഞാൻ വിളിച്ചിറങ്ങി. തീരുന്നു, ഇറങ്ങി വരുന്നു, വണ്ടി കയറ്റുന്നു, തിരിച്ചു വീണ്ടും അതിന്റെ ബാക്കി ആടുന്നു. മറ്റേ കേസ് തിരുവനന്തപുരത്ത് ഇറങ്ങി വന്നപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് മുള്ളാൻ മുട്ടുന്നു. നമ്മൾ ഇപ്പൊ മുള്ളാൻ സമയമില്ല, അവിടെ സെറ്റിൽ എല്ലാരും കാത്തിരിക്കും, ഇങ്ങോട്ട് വാടാ. കഷ്ടമാലോചിച്ചോണ്ട് പിന്നെ പോണ വഴിക്ക് പിന്നെ അവിടെ പോയി നിർത്തി. അന്ന് അപ്പൊ എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വല്ല എഴുതി കാണുമോ? കാരണം ഇന്നലെ രാത്രി 1:30 മണിക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ആ പൊളിറ്റിക്കൽ സയൻസിന് മാർക്ക് വന്നപ്പോ നീ കോപ്പി അടിച്ചോടാ. പിന്നെ ഞാൻ എന്ത് കോപ്പി അടിക്കാൻ, 100 മാർക്ക്. 100 out of 100 ബ്രോ. എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ എന്തൊക്കെയാ വിളിച്ചതൊന്നും അല്ല. എന്താ ഇവിടെ നടന്ന ഇപ്പൊ? ആരേത് ചെക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ? എന്തായാലും നല്ല മനുഷ്യനാ, ആരായാലും നല്ല. എനിക്ക് അത്ര പറയുള്ളൂ. നന്നായിട്ട് വായിക്കും. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലാതെ അതായത് കോപ്പി എഴുതാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. എന്താന്നറിയാവോ, പുള്ളിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണു പിടിക്കൂലോ ചെറിയ. ഇപ്പൊ ഫ്രണ്ട് ഇരുന്ന് ഒരുത്തൻ, നമ്മളെന്തായാലും കോപ്പി അടിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കാണിച്ചെന്നാലും, അതായത് ഒരുത്തൻ ഇപ്പം ഫ്രണ്ട് ഇരുന്ന് കാണിച്ചു തന്നിട്ട് ഇത്ര ദൂരം കാണിച്ചാൽ എനിക്ക് പിടിക്കൂല. അത്ര ഇങ്ങനെ അതേ സ്ഥലത്ത് ഞാൻ ഇത്ര എഴുതിട്ട് കാണിച്ചു കൊടുത്തു നോക്കിട്ട് അങ്ങനെ ഇരിക്കണോ പിടിക്കും. എടാ എങ്ങനെടാ കാണുന്നത് ഞാൻ ചോദിക്കും. എനിക്ക് തലവേദന എടുക്കും. അതായത് പിന്നെ കോപ്പിയുടെ ചാൻസ് ഇല്ല. കണ്ണിന് ചെറിയൊരു ഇതുണ്ട്, അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. കണ്ണാടി വെച്ചാലും അത്രയും സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരും. വേണ്ട, ഞാൻ എന്തായാലും ഗ്യാസ് ആയാലും എഴുതിക്കോളാം. കഷ്ടപ്പെട്ട് കോപ്പി അല്ലേ? ആ സമയം കൊണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ വായിച്ചു നോക്കിയിട്ട് ബൈഹാർട്ട് ചെയ്യത്തില്ല, ഒന്നും ബൈഹാർട്ട് ചെയ്യത്തില്ല. അർത്ഥം മനസ്സിലാക്കി അത് വെച്ച് എന്തോ സംഗതി മനസ്സിലാക്കും, വെച്ചാലാക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരു ലോക പഠിപ്പിക്കുകയാണല്ലോ, അവന്റെ അടുത്ത് കുറച്ചൊരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു അടിച്ചുറപ്പിക്കാമേ. അത് മറ്റേത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ് ഒരുത്തുണ്ട് ഇപ്പൊ +1 +2 ജീവൻ, നല്ല പയ്യന. അതായത് ഞാനും അവനും ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ സേഫാന്ന് അവന്മാര് പറയാറ്. പഠനത്തിന്റെ കാര്യത്തിൽ എക്സാമിന്റെ കാര്യത്തിലായാലും യവന്മാർ 2 ഉണ്ടെങ്കിൽ സേഫാ. ചിലപ്പം മറ്റേ കുറെ പഠിപ്പുകളുണ്ടെങ്കിൽ ചിലപ്പോ തേഞ്ഞു. പെൺകുട്ടികളാ കൂടുതൽ, പരസഹായം ഇല്ലാത്ത പഠിപ്പുകളുണ്ടെങ്കിലും പെൺകുട്ടികളാ. കാരണം ഈ ചില നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ജെൻഡറായിട്ട് പറയാ, ഈ പറഞ്ഞ ഞാനായാലും ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇത് വെറും സൈക്കോ. അടുത്തിരുന്ന് ഒന്ന് മാറി ഞാൻ ഒന്നും ചോദിച്ചു, സാറേ അവര് കോപ്പി അടിക്കണ് ചെറുതിലത്തെ ചെറുതില അല്ല, ഞാൻ നന്നായിട്ട് പഠിക്കും. എനിക്ക് 10 ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു 10th. ഞങ്ങളുടെ സ്കൂളിൽ ടോപ്പ് മാർക്കായിരുന്നു. അന്ന് എത്ര ഉണ്ടായിരുന്നു? 81. അതാ ഞാൻ ഡിസ്റ്റിങ്ഷൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു വെറും പഠിപ്പിന്ന്. അല്ല, എനിക്ക് ഇപ്പഴും MA സോഷ്യോളജി ചെയ്യുന്നുണ്ട് മോന്റെ ചെലവിൽ. ഞാന് ഡിഗ്രി അന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതായിരുന്നു മാത്സ് ആയിരുന്നു, BSc മാത്സ്. ഞാനാണ് ഇയാളെ ICC 10 വരെ പഠിപ്പിച്ചെന്ന് ആലോചിക്കണം. അപ്പോ ഞാൻ എന്ത് ചെയ്തു, അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ സമയത്തൊക്കെ ആയിരുന്നു, മാരേജ് ഒക്കെ ആയി. പിന്നെ എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അത് ഇയാൾക്ക് വേണ്ടി കളഞ്ഞു. പിന്നെ ജോലിയുടെ കാര്യം പോസ്റ്റ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു, അതും ഇയാൾക്ക് വേണ്ടി കളഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഡിപ്ലോമ കോപ്പറേഷൻ പാസ്സായത്, JDC പാസ്സായത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാനിപ്പോ BA വീണ്ടും സോഷ്യോളജി എടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല, BA സോഷ്യോളജി 3 വർഷം എടുത്തിട്ടാണ് ഇപ്പൊ MA സോഷ്യോളജി 2ാമത്തെ സെമസ്റ്റർ. BA സോഷ്യോളജി കഴിഞ്ഞ് MA സോഷ്യോളജി ഇപ്പൊ എടുക്കുന്നു. ഉപ്പുംമുളയിലെ ഏറ്റവും ആദ്യത്തെ കേശുവിന്റെ എപ്പിസോഡ്, അതിന്റെ ഒരു
ചെറിയ കഥയുടെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതുക. ഏതായിരിക്കും? കേസിന്റെ എപ്പിസോഡാണോ ഫുള്ള് നമ്മുടെ അല്ലല്ലല്ല, ഫസ്റ്റ് അഭിനയിച്ചത് അതന്നെ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് അതന്നെ സെയിം ഉത്സവത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ബർഗർ പറഞ്ഞോണ്ടിരുതാതെ എഴുതി അപ്പൊ തന്നെയാണ് യേശു ബർഗർ എഴുതിയല്ലോ. ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആളാക്കിയത്. ഞാൻ പെട്ടെന്ന് ഇവര് അത് തന്നെ പറഞ്ഞല്ലോ എന്ന്. അത് ഫസ്റ്റ് വന്നല്ലോ ടെലികാസ്റ്റ് ചെയ്ത് പലരും ഫസ്റ്റ് നമ്മളെടുത്ത എപ്പിസോഡ് 8ാമത്തെ എപ്പിസോഡ് അല്ലേ പറഞ്ഞേ? എന്തോ അങ്ങനല്ലേ പറഞ്ഞ? അല്ലല്ലല്ല ഫസ്റ്റ് എപ്പിസോഡ് ബർഗർ. അതാ ബർഗർ എന്നിട്ട് എന്നോ എനിക്ക് ബർഗർ വേണ്ടായിരുന്നു, വയറുവേന എടുക്കുന്നു, എനിക്ക് കുഞ്ഞല്ലേ, അതില് ഭയങ്കര തീറ്റിപ്പുണ്ടാരല്ലേ. പക്ഷെ ഒറിജിനലി തിന്നണെങ്കി തിന്നുമോനെ തിന്നുമോനെ ആ ഇപ്പഴും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഇതൊഴിച്ച് ബാക്കി എന്ത് സാധനവും തിന്നണെങ്കി തിന്നണ. ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും താല്പര്യം. അത് എത്ര വേണേലും വെച്ചു കൊടു. ചിക്കൻ ഫ്രൈയുടെ മേലെ കുറച്ച് സവാളയൊക്കെ ഇട്ട് ബീഫ് കറിയുടെ ഗ്രേവിയും ചിക്കൻ ഫ്രൈയും സവാളയും പൊറോട്ടയും കൈയോട് കഴിയുമ്പോ ഒരു സോഡ നാരങ്ങുള്ളൂ റൈസ് ഇങ്ങനെ ഇടണം. നശിപ്പിച്ച് വൈകിട്ട് പൊറോട്ട. ഓക്കെ അത് വിട്. അല്ല ശരിക്കും ശംഭു എന്നാണോ പേര്? അതെ, വേറെ ഒരു പേരില്ലേ? ശരിയല്ല, നിങ്ങളുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ശംഭൂന്ന് തന്നെയാ. ചമ്പൂന്ന് തന്നെ. ഇങ്ങനെ ഒരു പേരായതുകൊണ്ട് പിന്നെ നമ്മള് ചപ്പത്തിലെ ശംഭുവിനെ ഓർക്കും. ആർജയായോണ്ട് പിന്നെ പേര് മാറ്റേണ്ട ആവശ്യം വന്നുമില്ല. ഒന്നുമില്ല, എല്ലാരും ശംഭു. അതിപ്പോ ലാഭം. അല്ലെ മുമ്പില് ശിക്കാരി, വാലിലൊന്നും ഇല്ല. വേറൊന്നും കിട്ടിയില്ല എപ്പോഴും. ഞാൻ വേറെ ശംഭു ഉദ്ദേശിച്ചോണ്ട് വിട്. വേറെ ശംഭു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളെന്തോ ഇവൻ എപ്പോഴും ബാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആലോചിക്കത്തില്ല. ചിന്ത പോയതുണ്ടോ? ശുദ്ധിയായിരിക്കണം. ഞാൻ ഷാമ്പൂ എന്നാ ഉദ്ദേശിച്ചേ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതാണോ പേര്? ഇത് തന്നെയായിരുന്നു ശംഭു എസ് കണ്ടത്തിൽ. ഇതാണ് കണ്ടത്തില്ല, അത് കണ്ടു. ശംഭു കണ്ടം വഴി അമ്മ അങ്ങനെ തന്നെ വിളിക്കും. നമ്മളെന്തോ പറഞ്ഞു? അതൊക്കെ ഒരു കാലം. പക്ഷെ ഇപ്പൊ ആ പേരിലാണ്. ഗേളെന്ന് കേട്ടപ്പോ എന്റെ പുറകെ ഓടിയെന്ന്. എന്താ പറഞ്ഞേ? അല്ല ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഇത്രയും ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് അവര് പോരാ, വഹിക്കുന്നില്ല. കാരണം എന്താ പാറു പറയുന്ന പോലെ കേശിച്ചേട്ടന്റെ കയ്യേലും കാലേലും പിന്നെ 2 കൈയിലും ഇനി തോളത്തൂടെ ഉള്ളിരിക്കാന്ന്. പാവായോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ റഥകളമാറും തന്നെ. അവളൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, ട്രെയിൻ വരുന്ന പോലാണല്ലോ. അങ്ങനെ ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടോ? ഗേൾ ഫ്രണ്ട്സ്? പിന്നെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടം പോലെ മെസ്സഞ്ചറിലും ഞാനാണല്ലോ വായിക്കുന്നത്. ഒരാളായിട്ടുണ്ടോ? ഒരാളായിട്ടൊന്നും ഇല്ല. അല്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. വേക്കന്റ് ആണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് വേറെ നാശിക്കണേ എന്തിനാ.